ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കടന്നു വന്ന എല്ലാവർക്കും പ്രത്യേക സ്വാഗതം. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ കൂട്ടായ്മ ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പകൽക്കാലത്തിനായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തിൻ്റെ കർത്താവെ, പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ ആയിരുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ, അങ്ങയുടെ വചനം ചിന്തിപ്പാൻ, മനസ്സിലാക്കുവാൻ, കർത്താവെ പ്രാർത്ഥനയിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ഭരമേൽപ്പിക്കുവാൻ അങ്ങ് തരുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവെ, ഇന്നത്തെ ഞങ്ങളുടെ കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ കരുതലും തിരിച്ചറിയുവാൻ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ, നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പ്രത്യേകിച്ച് കടന്നു വന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാട്ടുകൾ പാടുന്നവരെയും വചനം വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെയും എല്ലാം അവിടുത്തെ ആത്മാവിൻ്റെ കരങ്ങളിൽ അവിടുന്ന് സൂക്ഷിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകൾ, ഞങ്ങളുടെ കൂട്ടായ്മ തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ സഹായിക്കണമേ. കർത്താവെ, കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെ അവിടുന്ന് കൂട്ടിച്ചേർക്കണമേ. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം തിരുനാമത്തിൻ്റെ മഹത്വത്തിന് നന്മയ്ക്കുമായി തീരുവാൻ ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമ്മുടെ കൂട്ടായ്മയ്ക്ക് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട അന്നമ്മ ജോൺ ആൻറ്റിയാണ്. അന്നമ്മ ജോൺ ആൻറ്റി പാട്ടുകൾക്ക് നേതൃത്വം നൽകും ആദ്യം. അതിനെ തുടർന്ന് സുഷാമാണി ആൻറ്റി 41 സങ്കീർത്തനം വായിക്കും. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. അന്നമ്മ ജോൺ ആൻറ്റി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേൾക്കാം. യെസ്. നമ്മുടെ പുതിയ പാഠപുസ്തകത്തിലെ 260 പാട്ട്. ഇന്നെന്നും സഖിയായി, എന്നും നൽ തുണയായി, താങ്ങി നടത്തിയിടും നാഥ, ആയിരം സ്തോത്രങ്ങളാ ആരാധിച്ചിടുന്നു ഞാൻ. ആയിരം സ്തോത്രങ്ങളാ ആരാധിച്ചിടുന്നു ഞാൻ. സംഗീതമേ എൻ്റെ സന്തോഷമേ, സംഗീതമേ എൻ്റെ സർവസ്വമേ, സന്തോഷ സന്ദവ നേരങ്ങളിൽ സംസർഗം നൽകും നാദസ്തോത്ര. സന്തോഷ സന്ദവ നേരങ്ങളിൽ സംസർഗം നൽകും നാദസ്തോത്രം. ചൊല്ലാൻ എനിക്കുണ്ടിന്നേരെ നീ തന്ന ദാനങ്ങൾ ഓർത്തോ. ചൊല്ലാൻ എനിക്കുണ്ടിന്നേരെ നീ തന്ന ദാനങ്ങൾ ഓർത്തോ. ആവില്ലല്ലോ പാടാതിരിക്കാൻ, വാഴ്ത്തി സ്തുതിച്ചിടും ഞാൻ. ആവില്ലല്ലോ പാടാതിരിക്കാൻ, വാഴ്ത്തി സ്തുതിച്ചിടും ഞാൻ. സംഗീതമേ എൻ്റെ സന്തോഷമേ, സംഗീതമേ എൻ്റെ സർവസ്വമേ, സന്തോഷ സന്ദവ നേരങ്ങളിൽ സംസർഗം നൽകോ നാദസ്തോത്രം. സന്തോഷ സന്ദവ നേരങ്ങളിൽ സംസർഗം നൽകോ നാദസ്തോത്രം. ലോകം തരാത്തതം ശാന്തി നീ എൻ്റെ ഉള്ളിൽ പകർന്നു. ലോകം തരാത്തതം ശാന്തി നീ എൻ്റെ ഉള്ളിൽ പകർന്നു.
രോഗങ്ങളിൽ ദുഃഖങ്ങളിന്മേൽ ആശ്വാസം നീ മാത്രമേ. രോഗങ്ങളിൽ ദുഃഖങ്ങളിന്മേൽ ആശ്വാസം നീ മാത്രമേ. സംഗീതമേ എൻ്റെ സന്തോഷമേ, സംഗീതമേ എൻ്റെ സർവസ്വമേ, സന്തോഷ സന്താപ നേരങ്ങളിൽ സംസർഗം നൽകും നാദസ്തോത്ര. സന്തോഷ സന്താപ നേരങ്ങളിൽ സംസർഗം നൽകും നാദസ്തോത്രം. വേഗം വരും വാനമേഘേ, ശുദ്ധരെ തൻ കൂടെ ചേർക്കാൻ. വേഗം വരും വാനമേഘേ, ശുദ്ധരെ തൻ കൂടെ ചേർക്കാൻ. ആ ദിവ്യമാം നിമിഷങ്ങളൊന്നിൽ കൂടെ പറന്നിടും ഞാൻ. ആ ദിവ്യമാം നിമിഷങ്ങളൊന്നിൽ കൂടെ പറന്നിടും ഞാൻ. സംഗീതമേ എൻ്റെ സന്തോഷമേ, സംഗീതമേ എൻ്റെ സർവസ്വമേ, സന്തോഷ സന്താപ നേരങ്ങളിൽ സംസർഗം നൽകും നാദസ്തോത്ര. സന്തോഷ സന്താപ നേരങ്ങളിൽ സംസർഗം നൽകും നാദസ്തോത്ര. അടുത്ത പാട്ട് 19ാമത്തെ പാട്ട്. ഹലോ ആൻറ്റി. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ. പാപമെല്ലാം മറക്കുന്നവൻ പുതുജീവനിൽ പകരുന്നവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭാവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ച നമുക്കേകിടുമവനാകില. കൃപയരുളിടുമേ ബലമണിയിക്കുമേ, മരമധുരമായി മാറ്റിടുമേ. കൃപയരുളിടുമേ ബലമണിയിക്കുമേ, മരമധുരമായി മാറ്റിടുമേ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവൻ
അവനാരിലും മതിയായവൻ. ഇരുൾ നമ്മെ മൂടിടുമ്പോ ലോക വെളിച്ചമായവനാണയോ. രോഗികളായിടുമ്പോ സൗഖ്യദായകനാവൻ കരുതോ. അവൻ ആലയത്തിൽ സ്വർഗനന്മകളാൽ നമ്മെ നിറച്ചിടും അനുദിനമോ. അവൻ ആലയത്തിൽ സ്വർഗനന്മകളാൽ നമ്മെ നിറച്ചിടും അനുദിനമോ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. കണ്ണുനീർ താഴ്വരകൾ ജീവജല നദിയാക്കുമാവേ. ലോകത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമാവേ. സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സ്നേഹക്കൊടിക്കീഴിൽ നയിക്കുമാവൻ. സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സ്നേഹക്കൊടിക്കീഴിൽ നയിക്കുമാവേ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ. പാപമെല്ലാം മറക്കുന്നവൻ പുതുജീവൻ എന്നിൽ പകരുന്നവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. താങ്ക് യു അച്ഛാ. താങ്ക് യു അന്നമ്മ ജോൺ ആൻറ്റി. ഇപ്പോൾ സുഷാമാണി ആൻറ്റി സങ്കീർത്തനം വായിക്കും. സങ്കീർത്തനം 41, Psalm 41. അച്ഛ കേൾക്കാമല്ലോ. കേൾക്കാം ആൻറ്റി. യെസ്. സങ്കീർത്തനം 41. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കയില്ല. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റി വിരിക്കുന്നു. യഹോവേ, എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ. നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു. അവൻ എപ്പോൾ മരിച്ച് അവന്റെ പേർ നശിക്കുമെന്ന് എന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നു. ഒരുത്തൻ എന്നെ കാണുവാൻ വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു. അവന്റെ ഹൃദയം നീതികേട് സംഗ്രഹിക്കുന്നു. അവൻ പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു. എന്നെ പകയ്ക്കുന്നവരൊക്കെയും എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു. അവർ എനിക്ക് ദോഷം ചിന്തിക്കുന്നു. ഒരു ദുർവ്യാധി അവന് പിടിച്ചിരിക്കുന്നു. അവൻ കിടപ്പിലായി. ഇനി അവൻ എഴുന്നേൽക്കയില്ല എന്ന് അവർ പറയുന്നു. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. ഞാൻ അവർക്ക് പകരം ചെയ്യേണ്ടതിന് യഹോവേ, കൃപ തോന്നി എന്നെ എഴുന്നേൽപ്പിക്കണമേ. എൻ്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്ക് എന്നിൽ പ്രസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എൻ്റെ നിഷ്കളങ്കത്വം നിമിത്തം എന്നെ താങ്ങുന്നു. നിന്റെ മുൻപിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു.
ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. അതെങ്കിലും ഇപ്പോഴും നേർക്കപ്രകാരം തന്നെ. ആമേൻ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരു നിമിഷം ഏകാഗ്രമാക്കാം. നമ്മെ തന്നെ, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ, നമ്മെ പുലർത്തിയ ദൈവം തുടർന്നും നമ്മെ നയിക്കുവാൻ, നമ്മെ പരിപാലിക്കുവാൻ, നമ്മെ മുൻപോട്ട് നയിക്കുവാൻ മതിയായവനാണല്ലോ. ആ വലിയ ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇപ്രകാരം ഒരു പകൽ കൂടെ ദൈവം നമുക്ക് തൻ്റെ കൃപയാൽ ദാനമായി നൽകിയതിനായി ദൈവത്തിന് സ്തുതിക്കാം. നമ്മുടെ ആയുസ്സിനായി, നമ്മുടെ ആരോഗ്യത്തിനായി, നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്ന ചുറ്റുപാടുകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും ഒക്കെ വന്നുപോയ കുറവുകളെയും ബലഹീനതകളെയും എല്ലാം ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. കർത്താവേ, എൻ്റെ കുറ്റങ്ങളും എൻ്റെ കുറവുകളും എന്നോട് ക്ഷമിക്കണമേ. നിന്റെ സ്നേഹത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ തുടർന്നും ദൈവത്തിന് വേണ്ടി സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഏത് സാഹചര്യങ്ങളിലും ദൈവത്തിനുള്ളവരായി ജീവിപ്പാൻ, ദൈവകൃപയ്ക്ക് യോഗ്യമാവണ്ണം പ്രവർത്തിപ്പാൻ നമ്മെ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കാം. നമ്മുടെ സഭയിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആരാധനകളെ, കൂട്ടങ്ങളെ, കൂട്ടായ്മകളെ ഒക്കെ ദൈവം നടത്തണമേ. അതിലൊക്കെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും പ്രസാദവും ഉണ്ടാകണമേ തുടർന്നും എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സാക്ഷിക്കുന്ന, ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന സഭയായി തുടർന്നും ജീവിപ്പാൻ കർത്താവ് സഭയായി നമ്മളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ കഴിഞ്ഞ നാളുകളിൽ നയിച്ച നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഓർക്കാം. നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ നമ്മളെ വിട്ട് പിരിഞ്ഞ് നിത്യസ്വസ്ഥതയിലായിരിക്കുന്നവർ, പല സന്ദർഭങ്ങളിൽ ഇവിടെ നിന്ന് മറ്റ് ദേശങ്ങളിലേക്കൊക്കെ കടന്നുപോയിട്ടുള്ളവർ, എല്ലാവരെയും നമുക്ക് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മളെ കുടുംബങ്ങളായി നയിച്ച നമ്മുടെ പട്ടത്ത ശുശ്രൂഷകരെ എല്ലാം നമുക്ക് ഓർക്കാം. മുൻവികാരിമാരെ കുടുംബമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരൊക്കെ ആയിരിക്കുന്ന ഇടത്ത് ദൈവം അവരെ പരിപാലിക്കണമേ, അവരുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കലാകാലങ്ങളിൽ പ്രവർത്തിച്ച ചർച്ച് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയുടെ ആത്മീയമായ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും ശക്തീകരണത്തിന് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കും. കൂടുതൽ വിശ്വാസത്തിൽ വളരുവാൻ, വചനത്തെക്കുറിച്ചുള്ള ധാരണയിൽ നമ്മളൊക്കെ വളരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭ മാനുഷികമായ ചിന്തകളിലും ആലോചനകളിലും അല്ല, മറിച്ച് കർത്താവിനെ മുൻനിർത്തി സഭ മുൻപോട്ട് നയിക്കപ്പെടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഞായറാഴ്ച നമ്മുടെ സഭയിൽ നടക്കുന്ന പാസ്റ്ററേറ്റ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണല്ലോ. അത് വളരെ അനുഗ്രഹകരമായി സ്നേഹത്തിലും ഐക്യതയിലും ഒക്കെ നടത്തപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ സംഘടനകളെയും ശുശ്രൂഷകളെയും കൂട്ടങ്ങളെയും നമുക്ക് ഓർക്കാം. സൺഡേ സ്കൂളിനെ ഓർക്കാം. സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മറ്റ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിലൊക്കെ ആയിരിക്കുന്ന സ്റ്റാഫ്സിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.
അവരുടെ ശുശ്രൂഷകളെ ആരാധനയിൽ മാത്രമല്ല സഭയ്ക്കാകമാനമായി ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മകളും പ്രവർത്തനങ്ങളും സഭയ്ക്ക് അനുഗ്രഹമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യങ് കപ്പിൾസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ചെറുപ്പക്കാരായ കുടുംബങ്ങളെയും അവരുടെ കൂട്ടായ്മകളെയും മുൻപോട്ട് ദൈവം നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. വിമൻസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സീനിയർ ലേറ്റി ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെയും അനുഗ്രഹിക്കണമേ, അവരുടെ ശുശ്രൂഷകൾ സഭയ്ക്ക് അനുഗ്രഹമാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സാറ്റലൈറ്റ് വർഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹൈടെക് സിറ്റി, BHEL, മിയാപ്പുവർ ഏരിയയിലുള്ള നമ്മുടെ കുടുംബങ്ങൾ അവരുടെ മാസത്തിൽ ഒരിക്കലുള്ള ആരാധനകൾ അത് കൂടുതൽ ബലപ്പെടുവാനും അവിടെ ആരാധിക്കുന്നതിന് വേണ്ടി നമുക്കൊരു ആരാധനാ സ്ഥലം ലഭ്യമാകുവാനും ഒക്കെ ദൈവം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയിലെ മുതിർന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. പ്രായത്തിൻ്റെ ക്ഷീണത്തിലും ബലഹീനതയിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഫരമേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓമന ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാലി അലക്സ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കമ്മ കോശി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. KC ചെറിയാൻ അങ്കിളിന് വേണ്ടിയും തോമസ് ജോൺ അങ്കിളിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ജെസി തോമസ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കം എഡ്വിൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉമ്മൻ ആൻറ്റി, അന്നമ്മ കോശി ആൻറ്റി, സാറാമ്മ കുര്യൻ ആൻറ്റി, മോളി ജോൺ ആൻറ്റി, ഇവർക്കൊക്കെ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം അവരെയൊക്കെ അനുഗ്രഹിക്കണമേ, അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജേക്കബ് അങ്കിളിന് വേണ്ടിയിട്ടും അന്നമ്മ ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ഷമ്മേലൂട്ടി അങ്കിളിന് വേണ്ടി, ലിസി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ ആരോഗ്യവും ബലവും ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. സുശീൽ ആൻറ്റിക്ക് വേണ്ടിയിട്ടും രഞ്ജിത്ത് അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. പനിയുടെയും മറ്റ് പ്രയാസങ്ങളിലൊക്കെ അവരായിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു. അവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. റോയി അങ്കിളിന് വേണ്ടിയിട്ടും പുഷ്പ ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് റോയി അങ്കിളിൻ്റെ സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തെ ദൈവം കൂടുതൽ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഫിലിപ്പ് അങ്കിളിന് വേണ്ടിയിട്ടും ചാച്ചമ്മ ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ലില്ലി ആൻറ്റിക്ക് വേണ്ടിയും കുരുവിള അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. രാജൻ ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുക. നാട്ടിലായിരിക്കുന്നല്ലോ, ദൈവം ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണിന് കാഴ്ചയുടെ പ്രയാസമുള്ള ആലീസ് ആൻറ്റിക്ക് വേണ്ടിയിട്ടും മറിയാമ്മ എബ്രഹാം ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സർജറി കഴിഞ്ഞ് ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന നമ്മുടെ സഭാംഗമായിരിക്കുന്ന റിൻസിയുടെ പിതാവ് ഒരു ഭിലായിലാണ്. പ്രത്യേകിച്ച് പ്രിയ ദാസന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ അറിവിൽപ്പെട്ടും പെടാതെയുമുള്ള എല്ലാ രോഗികൾക്ക് വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ക്യാൻസർ സർവൈവേഴ്സ്, മറ്റ് ശാരീരികമായ രോഗത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉള്ളവരെ ഒക്കെ നമുക്ക് ഓർക്കാം. ദൈവം അവരെയൊക്കെ ബലപ്പെടുത്തണമേ, സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ന്യൂ ബോൺ ബേബീസ്, കൊച്ചുകുട്ടികൾ, അവരെല്ലാം ഓർക്കാം. പ്രത്യേകിച്ച് സ്കൂളുകളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
10ാം ക്ലാസ്സിൽ 12ാം ക്ലാസ്സിലൊക്കെ പരീക്ഷ എഴുതുന്നവർ, പുതിയ ക്ലാസ്സുകളിലേക്ക് പ്രവേശിച്ചവർ, ഡിഗ്രി വിദ്യാഭ്യാസം തുടങ്ങിയവർ, കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ കഴിഞ്ഞ് അഡ്മിഷൻസിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ, പഠനമൊക്കെ ഏകദേശം അവസാനിക്കുന്നവർ, പരീക്ഷകൾക്കായിട്ട് തയ്യാറാകുന്നവർ, കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് പഠനവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലായിരിക്കുന്നവർ, വിദേശങ്ങളിലായിരിക്കുന്നവരൊക്കെ നമുക്ക് ഓർക്കാം. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. അവർക്ക് വേണ്ട ബുദ്ധിയും വിവേകവും ജ്ഞാനവും നൽകി അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പഠനമൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങളെ ഓർക്കാം. ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ പഠനത്തിന് തക്കവണ്ണമുള്ള ജോലി ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. ജോലി ഇല്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ദൈവം നല്ല വഴിയും വാതിലും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിരാശപ്പെട്ടു പോകാതെ പ്രത്യാശയോടുകൂടെ അവരെ പരിശ്രമിപ്പാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം അവരാഗ്രഹിക്കുന്ന സമയത്ത് അവരൊക്കെ അതിനുവേണ്ടി പ്രിപ്പയർ ആകുമ്പോൾ, ഒരുങ്ങുമ്പോൾ തക്കതായ തുണകളെയൊക്കെ ദൈവം ഒരുക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഭാവി അവർക്ക് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ യങ് കപ്പിൾസിനെ ഓർക്കാം. ജോലിയിലായിരിക്കുന്നവർ, കുഞ്ഞുങ്ങളെ വളർത്തുന്നവർ, പല പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ദൈവം നമ്മുടെ ചെറുപ്പക്കാരെ എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവർ നമ്മുടെ സഭയുടെ വലിയ ബലമാണ്, ആശ്രയമാണ്. ദൈവം അവരുടെ ശുശ്രൂഷകളെ എല്ലാം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് തക്കതായ തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ അവർ മുൻപോട്ട് നയിക്കണമേ, നടത്തണമേ എന്ന് പ്രത്യേകം ദൈവത്തോട് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം തലമുറകളെ നൽകി അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. CSI സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ സ്പിരിച്വൽ ലീഡർഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ഇടവകൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. പട്ടത്വ സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ശുശ്രൂഷകർക്ക് വേണ്ടി, സിസ്റ്റേഴ്സിന് വേണ്ടി, ഇവാഞ്ചലിസ്റ്റുകൾക്ക് വേണ്ടി, മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ മിഷൻ പ്രദേശങ്ങളെയും ഓർത്ത് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹിക്കണമേ, ആദരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ പല ആവശ്യങ്ങളിലൊക്കെ ആയിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ രാജ്യത്തിനു വേണ്ടി, രാജ്യത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റില്, സൗത്ത് ഏഷ്യയിലൊക്കെ വലിയ യുദ്ധത്തിൻ്റെ ധ്വനികളൊക്കെ കേൾക്കുകയാണ്. നമ്മുടെ ദേശത്തിന്, രാജ്യത്തിന്, ലോകത്തിന് സമാധാനം നൽകണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്ന ജനങ്ങളെ നമുക്ക് പ്രത്യേകം ഓർക്കാം. നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ദേശത്ത് കഷ്ടപ്പെടുന്ന, ഭാരപ്പെടുന്ന, ഭവനമില്ലാതെ സാമ്പത്തിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരെ നമുക്ക് പ്രത്യേകം ഓർക്കാം. പലവിധമായ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ ആവശ്യഭാരങ്ങളാൽ ഭാരപ്പെടുന്നവരെ ഓർക്കാം. ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിലും ദീർഘനാളുകളായിട്ടും സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് ഭവനമുണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വാഹനങ്ങളില്ലാത്തവർക്ക് അവരാഗ്രഹിക്കുന്നത് പോലെയുള്ള യാത്രകളൊക്കെ ചെയ്യുന്നതിന് വാഹനങ്ങളെയൊക്കെ ദൈവം ഒരുക്കി കൊടുക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെയൊക്കെ മധ്യത്തിൽ പലവിധമായ സാമ്പത്തികമായ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കാം. പല ആവശ്യങ്ങളാൽ ഭാരപ്പെടുന്നവരെ ഓർക്കാം. അവരെയൊക്കെ ഓർക്കുവാനും കരുതുവാനും സ്നേഹിപ്പാനും ഒക്കെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇന്നത്തെ കൂടിവരവിൻ്റെ ദൈവികമായ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
നമ്മുടെ സഭയിൽ പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നവരെ പ്രത്യേകം ഓർക്കാം. ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരുണ്ട്, മാർക്കറ്റിംഗ് മേഖലകളിൽ, ബിസിനസ് മേഖലകളിൽ, പ്രൈവറ്റ് മേഖലകളിൽ, സർവീസ് മേഖലകളിൽ, സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നവർ, പലവിധമായ അപകടകരമായ ജോലി സാഹചര്യങ്ങളിൽ, ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജോലി ഇടങ്ങൾ, അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവം അവരെ ധാരാളം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ ഒരിക്കൽ കൂടെ നമുക്ക് ഓർക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. എല്ലാ വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് ഇപ്പോൾ സുജാ ബിജു പ്രാർത്ഥന. കേൾക്കാമോ? കേൾക്കാം. യെസ്. ഞങ്ങളെ അളവിലധികമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരമപിതാവാൻ തമ്പുരാനെയും അങ്ങേ കരുണയ്ക്ക് വേണ്ടി, കൃപകൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നതാ സ്തുതിക്കുന്നു. വീണ്ടും ഒരു വെള്ളിയാഴ്ച കൂടി അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ നൽകിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നതാ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ലഭിക്കാതെ ധാരാളം ആളുകളായിരിക്കുമ്പോൾ അടിയങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം കൂടി തന്നതിനായി നന്ദി കരയറ്റുന്നു നാഥ. ഇന്ന് നടക്കുന്നതായ ഈ ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ ദൈവമേ. ഇതിന് നേതൃത്വം നൽകുന്ന അച്ഛനെയും കുടുംബത്തെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവരെ ധാരാളമായി അനുഗ്രഹിക്കണമേ ദൈവമേ. കർത്താവെ, ശുശ്രൂഷയൊക്കെയും മാനിക്കണമേ. പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഒക്കെയും വരുമ്പോൾ അതിനെ തരണം ചെയ്യുവാനുള്ള കൃപ നിന്റെ മക്കൾക്ക് നൽകണമേ നാഥ. കർത്താവെ, പ്രത്യേകിച്ച് കൊച്ചമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിന്റെ മകൾ കണ്ണിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്നല്ലോ. പരിപൂർണമായ സൗഖ്യം നൽകണമേ നാഥ. കുഞ്ഞുങ്ങളെ ഇരുവരെയും അവിടുത്തെ തൃക്കരങ്ങളിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവർക്ക് പഠിക്കുവാൻ വേണ്ട ബുദ്ധിയും ജ്ഞാനവും അറിവും ശക്തിയും ഒക്കെയും നൽകണമേ യേശുവേ. പ്രത്യേകിച്ച് ആത്മഹത്യരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിന്റെ മകൾ പഠനാവശ്യത്തിനായി മാതാപിതാക്കളെ വിട്ട ദൂരത്തായിരിക്കുന്നല്ലോ നാഥ. നിന്റെ കൃപ സാന്നിധ്യം നിന്റെ മകളോട് കൂടി ഉണ്ടായിരിക്കണമേ. നല്ല മാതാപിതാക്കളായി നല്ല ഒരു വഴികാട്ടിയായി നിന്റെ മകളോട് കൂടെ ഉണ്ടായിരിക്കണമേ. അവളുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊന്നും കൂടാതെ കർത്താവെ പഠനങ്ങളൊക്കെ നയിക്കുവാൻ നിന്റെ മകളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ നാഥ. കർത്താവെ, നമ്മുടെ സഭയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നുവെന്ന് മനസ്സിലാക്കി ദൈവത്തെ റോൾ മോഡലായി കണ്ടുകൊണ്ട് അവരുടെ പഠനത്തെ മുന്നോട്ട് നയിക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ നാഥ. കർത്താവെ, ദൈവത്തിൽ ആശ്രയിച്ചാൽ വിജയം സുനിശ്ചിതമാണെന്ന് മനസ്സിലാക്കി അവരെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. കർത്താവെ, ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന നാഥ. പ്രായമായവര്, രോഗത്താല് ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ പേര് പറഞ്ഞത് പ്രാർത്ഥിച്ച ഓരോരുത്തരെയും പേര് പേരായി അവിടുത്തെ തൃക്കരങ്ങളിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രോഗത്തിന് വൈദ്യനും സൗഖ്യദായകനും അങ്ങ് മാത്രമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന അവിടുത്തെ കരം നീട്ടി അവർക്ക് സൗഖ്യവും പ്രദാനം ചെയ്യണമേ യേശുവേ. കർത്താവേ, നിന്റെ കൃപ നിന്റെ മക്കളോട് ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കണമേ നാഥ. കർത്താവേ, ജീവിതത്തിലെ കുറവുകളെ കുറ്റങ്ങളെ ഒന്നും അവിടെ ഞങ്ങളോട് കണക്കിടരുതേ നാഥ. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം അവിടുത്തെ കൃപ അടിയങ്ങളോട് ഓരോരുത്തരോടും കൂടി ഇരുന്ന് വഴി നടത്തണമേ നാഥ. കർത്താവേ, പ്രത്യേകമായി വേദനയാല്, ഭാരത്താല്, പ്രയാസത്താല് ഒക്കെയും കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വേദന ഭാരങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് ഒക്കെയും പ്രതിവിധിയായി അങ്ങ് കൂടെ ഉണ്ടായിരിക്കണമേ നാഥ. നിന്റെ ചിറകിന്റെ നിഴലിൽ ശരണം പ്രാപിച്ചുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം എല്ലായ്പ്പോഴും അടിയങ്ങളോട് ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കണമേ നാഥ. ഞങ്ങളുടെ സഭയോർത്ത് പ്രാർത്ഥിക്കുന്ന നാഥ. കർത്താവേ, നിന്റെ കൃപ, കാവൽ, സംരക്ഷണം അടിയങ്ങളോട് കൂടി ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കണമേ. സഭയെ നയിച്ചായിട്ടുള്ള ഓരോ അച്ഛന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണേ. ചർച്ച് കമ്മിറ്റി മെമ്പേഴ്സിനെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഇതുവരെയും നടത്തിയ കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ നാഥം. കർത്താവെ, പ്രത്യേകമായി ഞായറാഴ്ച നടക്കുന്നതായിട്ടുള്ള ഇലക്ഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം ആ ഇലക്ഷനിൽ ഉണ്ടായിരിക്കണമേ നാഥ. കർത്താവെ, സമാധാനപൂർവമായി എല്ലാം നടക്കുവാനും കർത്താവെ നല്ലൊരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുവാനുമായിട്ടും അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, ഒരിക്കലും വിവേചനം കൂടാതെ കർത്താവെ ഐക്യമത്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സഭയായി ഞങ്ങളുടെ സഭയെ തീർക്കണമേ നാഥ. കർത്താവെ, ഞങ്ങളുടെ സഭയിലുള്ള ഓരോ
കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാഥാ, യൗവനത്തിലെ സൃഷ്ടാവിനെ ഓർത്ത് ജീവിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമേ. അവരുടെ പ്രവർത്തനങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കൃപ കൂടെ ഉണ്ടായിരിക്കണമേ. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ നാഥാ. അതുപോലെ കൊയറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, കർത്താവെ അവർ പാടുന്നത് പ്രവർത്തിക്കുന്നതൊക്കെയും കർത്താവെ ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ സഹായിക്കണമേ നാഥാ. കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിലെ കുറവുകളും കുറ്റങ്ങളും ഒന്നും അടിയങ്ങളോട് കണക്കിടരുത് നാഥാ. കർത്താവെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അവയൊക്കെയും ക്ഷമിക്കണമേ യേശുവേ. അവിടുത്തെ കൃപാ സാന്നിധ്യം ദിനംതോറും ഞങ്ങളുടെ ജീവിതങ്ങളോട് ഒപ്പം ഉണ്ടായിരിക്കണമേ നാഥാ. കർത്താവെ പ്രത്യേകമായിട്ട് പിഞ്ചു പൈതങ്ങളെ, നമ്മുടെ സഭയിലുള്ള ഓരോ പിഞ്ചു പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ബാലാഷ്ടകളിൽ നിന്നൊക്കെയും വിടുവിക്കണമേ. അവർക്ക് ബലവും ശക്തിയും നൽകി അവരെ വളർത്തണമേ. മാതാപിതാക്കളെയും സഹായിക്കണമേ നാഥാ. കർത്താവെ പ്രത്യേകമായിട്ട് നമ്മുടെ സഭയിലെ ഓരോ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന വിമൺസ് ഫെലോഷിപ്പ്, ലേറ്റി ഫെലോഷിപ്പ്, അതുപോലെ കൊയർ, യുവജന സഖ്യം, എല്ലാ പ്രവർത്തനങ്ങളെയും, സൺഡേ സ്കൂൾ, എല്ലായിടത്തും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. കർത്താവെ ദൈവാശ്രയ ബോധത്തോടുകൂടി ജീവിപ്പാൻ അടിയങ്ങളെയും സഹായിക്കണമേ നാഥാ. കർത്താവെ അവിടുത്തെ തിരിച്ചറിവിന്റെ മറവിൽ നിർത്തിക്കൊള്ളണമേ നാഥാ. ഓരോ പ്രവർത്തനങ്ങളിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ നാഥാ. കർത്താവെ അവിടുത്തെ സാന്നിധ്യം ഒക്കെയും അവിടുത്തെ കൂടെ ഉണ്ടായിരിക്കണമേ യേശുവേ. കർത്താവെ എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവയെയും അവിടുത്തെ തൃക്കണ്ണങ്ങളിൽ പരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ കുറവുകളെയും കുറ്റങ്ങളെയും ഒക്കെയും ക്ഷമിക്കണമേ. ദൈവനാമത്തിനായി ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. വീണ്ടും ഒരു ആഴ്ച കൂടി ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ ഓൺലൈനായിട്ട് അവിടുത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, അതാ സ്തുതിക്കുന്നു. കർത്താവെ ഈ പ്രവർത്തനങ്ങളൊക്കെയും ദൈവം മഹത്വത്തിനായി തീരുവാൻ സഹായിക്കണമേ. നിന്റെ കൃപ കടാക്ഷം അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. അവിടുത്തെ തിരിച്ചറിവിന്റെ മറവിൽ നിർത്തിക്കൊള്ളണമേ. വചനം കേൾക്കുമ്പോൾ അതിനനുസരണമായി ജീവിപ്പാൻ അടിയങ്ങളെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥനയിൽ വന്നുപോയ കുറവുകളൊക്കെയും ക്ഷമിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പകൽക്കാലം നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ കൂട്ടായ്മയിലേക്ക് വളരെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യും. പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ ദൈവം നമ്മെ നടത്തുന്നു. നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മ അതൊരു വലിയ ശക്തിയാണ്. ഒരുമനപ്പെട്ട് ഏക ആത്മാവോടെ ഐക്യതയോടുകൂടെ നമുക്കായിരിക്കാനായിട്ട് ദൈവം സഹായിക്കുന്നല്ലോ. ഈ ഐക്യതയുടെ ആത്മാവ് ഇനിയും കൂടുതൽ ബലപ്പെടട്ടെ. കൂടുതൽ ആളുകൾ നമ്മുടെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിന് അത് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം പറയട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു തൻ്റെ ശിഷ്യ സമൂഹത്തിന് തന്നെ വെളിപ്പെടുത്തുന്ന, അവർക്ക് പ്രത്യക്ഷപ്പെടുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. യേശു കർത്താവ് രണ്ടാമത് തൻ്റെ ശിഷ്യന്മാർക്ക്, ശിഷ്യ സമൂഹത്തിന് പ്രത്യക്ഷപ്പെടുന്നത് ഒരു വീടിൻ്റെ ഉള്ളിൽ വെച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ 19 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് വായിക്കാനായിട്ട് സാധിക്കും. 2 പ്രാവശ്യം യേശു വീടിൻ്റെ ഉള്ളിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകും. ആദ്യം യേശു പ്രത്യക്ഷമാകുമ്പോൾ അവിടെ തോമസ് ഉണ്ടായിരുന്നില്ല. യേശു തങ്ങൾക്ക് പ്രത്യക്ഷനായി എന്ന് പിന്നീട് വന്ന തോമസിനോട് ഈ ശിഷ്യര് പറഞ്ഞപ്പോൾ തോമസ് വിശ്വസിച്ചില്ല. ഹി റെസിസ്റ്റഡ് ടു ബിലീവ്.
തോമസ് സംശയിച്ചു. തോമസ് വാസ് നോട്ട് കൺവിൻസ്ഡ് ടു ബിലീവ് the fact of Jesus' resurrection. Sometimes we resist. നമ്മൾ മിക്കപ്പോഴും ചില സമയങ്ങളിലൊക്കെ നമ്മൾ എതിർക്കും. Every time we don't believe. നമ്മളെല്ലാം വിശ്വസിക്കില്ല. നമ്മളിൽ ചിലപ്പോൾ നമ്മുടെ വിശ്വാസമൊക്കെ രൂപപ്പെടുന്നത്, വിശ്വാസം ശക്തമാകുന്നത്, വിശ്വാസം ഉറപ്പിക്കപ്പെടുന്നത് ചിലപ്പോൾ നമ്മുടെ എതിർപ്പുകളിലൂടെയാണ്. ബിലീവിങ് ഇൻ ഗോഡ് ത്രൂ റെസിസ്റ്റൻസ്. അത് തോമസിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു നല്ല ഉദാഹരണമാണ്. ഇസ് ഇറ്റ് റൈറ്റ് ടു റെസിസ്റ്റ്, ടു ഡൗട്ട്, ടു സസ്പെക്ട്? No, this is not a question of right or wrong. ഇതൊരു ശരിയോ തെറ്റോ എന്നുള്ള ഒരു ചോദ്യമല്ല. അത് വ്യക്തികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. യേശു കർത്താവിനെ കണ്ടവരും ഇത് പരിപൂർണമായിട്ടൊന്നും ആദ്യമൊന്നും വിശ്വസിച്ചില്ല, നമുക്കറിയാം. അവരാദ്യം ഭയപ്പെട്ടു, പിന്നെ സംശയിച്ചു, പിന്നെ യേശു അവരോട് ഭക്ഷണം കഴിച്ചു, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. So there is nothing wrong in resisting to believe. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പുതിയ തലമുറ, നമ്മളൊക്കെ കർത്താവ് വിശ്വാസഭയുമായി ബന്ധപ്പെട്ട്, വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ we resist to accept that kind of a belief. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അങ്ങനെയൊക്കെയുള്ള ചലഞ്ചസ് ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ. നമ്മൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നതെല്ലാം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ സ്വീകരിക്കണം എന്നില്ല. ഇന്നയാള് പറഞ്ഞതുകൊണ്ട്, ഇന്നയാള് അത് സംഭവിച്ചത് കൊണ്ട് എനിക്കും സംഭവിക്കും എന്ന് നമ്മൾ വിശ്വസിക്കണമെന്നില്ല. So there is possibility of resistance. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. യേശു അവരോട് പറയുന്നത്, നിങ്ങൾ കുടുംബത്തിന്റെ ആ വീടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മളെ സമാശ്വസിപ്പിക്കുന്ന, നമുക്ക് ധൈര്യം പകരുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മളോട് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു ദൈവം. നമ്മൾ പേടിച്ചിരിക്കുമ്പോൾ, നമ്മൾ ഭയപ്പെട്ടിരിക്കുമ്പോൾ, നമ്മൾ ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ, അധൈര്യപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മോട് ചേർന്ന് നിന്ന് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവം. ഗോഡ് ഈസ് എ കംഫർട്ടിംഗ് ഗോഡ്. എത്ര ശ്രേഷ്ഠകരമാണ്, എത്ര അനുഗ്രഹപ്രദമാണ്. വിശ്വാസവും സഭയും ദൈവവും ഒക്കെ അതിനാണ്, നമ്മളെ ഭയപ്പെടുത്താനല്ല, നമ്മളിലെ ധൈര്യത്തെ ചോർത്തിക്കളയാനല്ല വിശ്വാസം. സഭ ദൈവം ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് ആശ്വാസമാകാനായിട്ടാണ്. പ്രയാസം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, പേടിയുണ്ടാകുമ്പോൾ, നമ്മൾ ഭയപ്പെടുമ്പോൾ യേശു പറയുന്നു, നിങ്ങൾക്ക് സമാധാനം, പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. വീട് നമ്മുടെ ഭയങ്ങളെ ഒക്കെ മാറ്റണം, നമുക്ക് ആശ്വാസം തരണം. നമ്മുടെ ഭവനങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ഭവനത്തിൽ പാർക്കുന്നവർക്ക് ആശ്വാസത്തിനുള്ള ഭവനങ്ങളാകണം. ഓരോരോ ഭവനങ്ങളും ആശ്വാസ ഭവനങ്ങളാകണം, സമാധാന ഭവനങ്ങളാകണം. ആ ഒരു ചിന്തയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. അപ്പോൾ യേശു കർത്താവ് അവരുടെ മധ്യത്തിൽ വന്ന് അവരോട് സമാധാനം എന്ന് പറഞ്ഞു. അതിന്റെ 20-ാമത്തെ വാക്ക്. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. യേശു കർത്താവ് തന്റെ കൈയും വിലാപ്പുറവും അവനെ കാണിച്ചു. അതിന് താഴെ നമ്മൾ വായിക്കുന്നുണ്ട്, ഇതിന് ശേഷം അവിടെ ഇല്ലാതിരുന്ന തോമസിനോട് ഈ സംഭവം ഈ ശിഷ്യര് പറയുമ്പോൾ തോമസ് പറയുന്നത്,
25-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരൽ ഇടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. യേശു കർത്താവ് കയ്യും വിലാപ്പുറവും ഒക്കെ അവരെ കാണിച്ചു. അവിടെ ഇരുന്നവർക്ക് അത് ബോധ്യപ്പെട്ടു. തോമസിനോട് അത് പറഞ്ഞപ്പോൾ തോമസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കത്തില്ല, വിശ്വസിക്കണമെങ്കിൽ ഞാൻ ആണിപ്പഴുത് കാണണം, അതിൽ വിരലിട്ട് നോക്കണം, വിലാപ്പുറത്ത് വിരലിട്ട് നോക്കണം, ഇതൊക്കെ ഒറിജിനൽ ആണോ എന്നൊക്കെ ഫുള്ളി നുഴഞ്ഞു നോക്കി ഒക്കെയുള്ള അങ്ങനെയുള്ള ഒരു വിശ്വാസം ഒരു തോമസ് പറഞ്ഞു. അതിനുശേഷം 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ വീണ്ടും താഴോട്ട് വായിക്കും. 26-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, യേശു വാതിൽ അടച്ചിരിക്കെ യേശു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക. അല്ലെ, ഇങ്ങനെ വിശ്വാസത്തോടുള്ള നമ്മുടെ എതിർപ്പുകൾ, ഞാൻ നേരത്തെ ആമുഖമായിട്ട് പറഞ്ഞല്ലോ, റെസിസ്റ്റൻസ്, സംശയങ്ങൾ, ബോധ്യമാകാത്ത ചില സാഹചര്യങ്ങൾ, അത് നമ്മുടെ ഒക്കെ വിശ്വാസ ജീവിതത്തിലും സഭാ ജീവിതത്തിലും ഒക്കെ ഉണ്ടാകും. Certain things cannot be convinced. We cannot be convinced. ചില കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് കൺവിൻസ് ആകാൻ, ബോധ്യപ്പെടാൻ, തിരിച്ചറിയാൻ പ്രയാസമാകും. അതല്ലെങ്കിൽ ചിലപ്പോൾ സമയമെടുക്കും. It is both tough and it will take time to be convinced. നമ്മളോട് ഈ ഭാഗം പറയുന്ന സത്യങ്ങൾ അതാണ്. അപ്പോൾ ഇവിടെ യേശു കർത്താവ് ഈ ഭവനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരോട് സമാധാനം എന്നൊക്കെ പറയുമ്പോൾ യേശു കർത്താവ് ഈ വീടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മൂന്നാമത് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, he is convincing the disciples. യേശു കർത്താവ് അവരെ ബോധ്യപ്പെടുത്തുക, താൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, താൻ ശരിക്കും ക്രൂശിക്കപ്പെട്ടതിൻ്റെ മുറിവുകൾ ഇപ്പോഴും എൻ്റെ ശരീരത്തിലുണ്ട്. I am the real one who has been crucified and now resurrected എന്ന് യേശു കർത്താവ് സഭയെ ബോധ്യപ്പെടുത്തുകയാണ്. So Christ is a convincing Christ. ക്രിസ്തു നമ്മളെ ചില ബോധ്യങ്ങളിലേക്ക് നയിക്കുന്ന ക്രിസ്തു. ഈ വിശ്വാസത്തിന്റെ ഒരു തലം അതാണ് നമ്മളുടെ ബോധ്യങ്ങൾ. ഇന്നത്തെ വിശ്വാസത്തിന്റെ ഒരു വലിയ പ്രോബ്ലം അതാണ്, ബോധ്യങ്ങളില്ലാത്ത. വി സിംപ്ലി ബിലീവ്. നമ്മൾ വെറുതെ വിശ്വസിക്കുകയാണ്, ബോധ്യങ്ങൾ ഉണ്ടാക്കാത്ത വിശ്വാസം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച്, നമ്മുടെ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച്, നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച്, നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തെക്കുറിച്ചൊക്കെ ഉള്ള ചില ഗൗരവമേറിയ ആഴമായ ബോധ്യമുണ്ടാകണം. നമുക്ക് യാഥാർത്ഥ്യ ബോധ്യങ്ങൾ ഉണ്ടാകണം. വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് അസ്? വാട്ട് ഈസ് ദ റിയാലിറ്റി? So Jesus is coming here to prove the reality of resurrection. യേശു കർത്താവ് ഈ ശിഷ്യരുടെ മധ്യത്തിൽ വന്നിട്ട് അവരോട് തൻ്റെ പുനരുത്ഥാനത്തിന്റെ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. ബോധ്യപ്പെടലുകൾ വേണം, വ്യക്തമായ ബോധ്യങ്ങൾ വേണം. സഭയെക്കുറിച്ച്, സഭയുടെ ദർശനങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാകണം. യേശു കർത്താവ് അവിടെ ചെയ്യുന്ന 2 ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ഹി സ്റ്റുഡ് അമംഗ് ദം എന്നാണ് അവർ പറയുന്നത്. യേശു കർത്താവ് വന്ന് അവരുടെ മധ്യേ നിന്നു. ഹി സ്റ്റുഡ് അമംഗ് ദം.
ജീസസ് വാസ് അറ്റ് ദ സെന്റർ. യേശു അവരുടെ മധ്യത്തിൽ നിന്നു. അതൊരു നല്ല ഇമേജ് ആണ്. വൈ ഡിഡ് ഹി ചോസ് ടു സ്റ്റാൻഡ് അറ്റ് ദ സെന്റർ? വാതിൽക്കൽ നിന്നാ പോരായിരുന്നോ? വശത്ത് നിന്നാ പോരായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് യേശു വന്ന് മധ്യത്തിൽ നിന്ന്? നമ്മുടെയൊക്കെ വീടിന്റെ ഒക്കെ മധ്യത്തിൽ he stood at the center of the house. He stood at the center of the gathering. യേശു കർത്താവ് ആ കൂടിവരവിന്റെ വീടിന്റെ മധ്യത്തിൽ നിന്നു. അത് നല്ലൊരു പ്രയോഗമാണ്. ഇന്നത്തെ വലിയൊരു കുഴപ്പം, we do not know where is the center. നമ്മളുടെ വീടിന്റെ കേന്ദ്രം എവിടാണ്, എന്താണ്, സഭയുടെ കേന്ദ്രം എന്താണ്, ആരാണ് എന്നൊന്നും നമുക്കിന്നിപ്പോ തിരിച്ചറിയത്തില്ല. നമ്മളിന്ന് ക്രിസ്തുവിനെ മാറ്റിയിട്ട് മറ്റു പലതിനെ കൊണ്ടും നമ്മുടെ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തിയിരിക്കുക. Is Christ the center of your life? Is Christ the center of the church? ക്രിസ്തുവിന് പകരം ആരും ആകാൻ പറ്റില്ല. ഒരു മെത്രാനും ക്രിസ്തുവാകാൻ പറ്റത്തില്ല. ഒരച്ഛനും ക്രിസ്തുവാകാൻ പറ്റത്തില്ല. ആർക്കും ക്രിസ്തുവാകാൻ പറ്റത്തില്ല. ഇന്ന് ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തെക്കാളും സമർപ്പണത്തെക്കാളും ചില നേതാക്കന്മാരോടാണ് ചിലർക്ക് വിശ്വാസം. That is wrong. I tell you, don't be enslaved to anyone. ഇനി എത്ര വലിയ ആളാണെങ്കിലും ആരുടെയും അടിമയാകരുത്. അച്ഛന്റെയും അടിമയാകണ്ട. എനിക്ക് അടിമകളെ വേണ്ട. ഇനി അങ്ങനെ ഉള്ളവരെ ആരെങ്കിലും അങ്ങനെ ഉണ്ടാക്കുന്നെങ്കിൽ അത് തെറ്റാണ്. Let Christ be the center. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അടിസ്ഥാനം ക്രിസ്തു ആകണം. ക്രിസ്തു മാറിപ്പോയതാണ്, ക്രിസ്തു അടിസ്ഥാനമല്ലാതായി പോയതാണ് നമ്മുടെ സഭകളും സമൂഹവും കുടുംബങ്ങളും വ്യക്തികളും ഒക്കെ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. യേശു കർത്താവ് വന്ന് അവരുടെ മധ്യത്തിൽ നിന്നു, so that all can reach him from equal distance. എല്ലാവർക്കും യേശുവിനെ തൊടാം. സെന്ററിന്റെ ഒരു വലിയ പ്രത്യേകത ഏതാ? അല്ലേ? സെന്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കും. ഇന്ന് പല സെന്ററുകളും ആരൊക്കെയോ കൈയടക്കി വെച്ചിരിക്കുകയാണ്. കുറച്ചു പേർക്ക് അതൊക്കെ ആക്സസിബിളാ, വേറെ ആർക്കും അത് ആക്സസിബിൾ അല്ല. സെന്ററിന് എന്താ നമ്മൾ പറയുന്നത്? സെന്റർ ഈസ് എ പോയിന്റ് വേർ ഓൾ അതർ ആർ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ്. അല്ലേ? തുല്യ അകലത്തിലാണ് അതിന്റെ മാർജിനുകൾ. ഇന്നത്തെ കുഴപ്പം അതാണ്. ദ സെന്റർ ഈസ് ഡിവാസ്റ്റേറ്റഡ്. സെന്റർ ഈസ് ഡിസ്ട്രക്റ്റഡ്. കേന്ദ്രമില്ല. തിങ്സ് fall apart if the center doesn't hold. അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. Things fall apart if the center doesn't hold. അതായത് കേന്ദ്രത്തിന് ഉറപ്പില്ലെങ്കിൽ ബാക്കിയെല്ലാം അഴിഞ്ഞു പോകും. ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെടണം. Let Christ be the center of our life. Let the word of God be the center of our life. യേശു വന്ന് നമ്മളോട് പറയുന്ന ഒരു വലിയ മഹത്തരമായ ഒരു ആശയമാണ്. നമുക്കിന്ന് പലപ്പോഴും ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കാൻ ഭയമാണ്. So he is at the center of the house. So he stood among. കാരണം എല്ലാവർക്കും മരണം, കാരണം എല്ലാവർക്കും സംശയം ഉണ്ടല്ലോ. So Christ is for all. Christ is for everyone.
പിന്നെ യേശു കർത്താവ് കാണിക്കുന്ന തന്റെ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. ദ സ്റ്റിഗ്മാറ്റ എന്ന് പറയും. സ്റ്റിഗ്മാറ്റ അങ്ങനെ ഒരു പ്രയോഗമാണ് അല്ലെ. മുറിവുകൾ, തിരുമുറിവുകൾ, മുറിവടയാളങ്ങൾ, ക്രൂശിന്റെ ചൂടടയാളങ്ങളുണ്ട്. പുനരുദ്ധാനം ചെയ്ത കർത്താവിന്റെ ശരീരത്തിൽ ക്രൂശിന്റെ മുറിവുകളുണ്ട്. ക്രോസ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ടേക്കൺ അവേ ഫ്രം ജീസസ് ബോഡി. പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലും കുരിശിന്റെ പാടുകളുണ്ട്. മനുഷ്യനേൽപ്പിച്ച മുറിവിന്റെ പാടുകൾ, മനുഷ്യന്റെ പാപവും മനുഷ്യന്റെ ക്രൂരതയും മനുഷ്യത്വമില്ലായ്മയും അടിച്ചേൽപ്പിച്ച കുരിശിന്റെ പാടുകൾ ഇപ്പോഴും ഉണ്ട്. ദ സ്റ്റിഗ്മാറ്റ. യേശു കർത്താവ് അവരെ അത് കാണിക്കാൻ, കൺവിൻസ് ചെയ്യാൻ. ഐ ആം ദ വൺ ഹു ഈസ് ക്രൂസിഫൈഡ് ഫോർ യു. യേശു കർത്താവ് നമ്മളോട് പറയുന്നത് അതാണ്. ഐ ആം ദ വൺ ഹു ഈസ് ക്രൂസിഫൈഡ് ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനാണ്. നിങ്ങളുടെ രോഗത്തിന് വേണ്ടി, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വിമോചനത്തിനു വേണ്ടി ഞാൻ യാഗമായി തീർന്നവനാണ്. ഞാൻ ക്രൂശിക്കപ്പെട്ടവനാണ്. ഞാൻ കൊല്ലപ്പെട്ടവനാണ്. ഐ ബെയർ ദ മാർക്ക് ഓഫ് യുവർ റിസറക്ഷൻ, യുവർ ലിബറേഷൻ. നിങ്ങളുടെ വീണ്ടെടുപ്പിന്റെ, വിമോചനത്തിന്റെ അടയാളങ്ങൾ എൻ്റെ ശരീരത്തിലുണ്ട്. ജീസസ് ഈസ് കൺവിൻസിങ് അസ്. ഈ ഒരു വലിയ ബോധം നമുക്കുണ്ട്. സ്റ്റിഗ്മാറ്റ. മൂന്നാമത് യേശു കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്. യേശു കർത്താവ് പറയുന്നു, യു കം ആൻഡ് ടച്ച്. കാണണം. തോമസ് പറഞ്ഞു, ഞാൻ അവനെ കാണണം, തൊടണം, എങ്കിലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ അല്ലേ. അല്പവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അതൊരു ഭയങ്കര സ്ട്രോങ് വാക്കാണ് കേട്ടോ. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കും. അവിശ്വാസി, വിശ്വാസി, അല്പവിശ്വാസി, അവിശ്വാസി അല്ലേ. അങ്ങനെ വേണം നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാം. വിശ്വാസി, അല്പവിശ്വാസി, അവിശ്വാസി. നമ്മളൊക്കെ അവിശ്വാസികളല്ല, നമ്മളെപ്പോഴും ഇടയിലാണ് അല്ലേ. അല്പവിശ്വാസികൾ, അല്പവിശ്വാസി അല്ലേ. വിശ്വാസത്തിൽ നിന്നും അവിശ്വാസിയിലേക്ക് എന്തകലാന്ന് ചോദിച്ചാൽ ഒരായുടെ അകലമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അല്ലേ. അങ്ങനെ പറയുന്നത് ഒരു ശ്വാസത്തിന്റെ അകലമേ ഉള്ളൂ. സോ ഫ്രം ദ പിനക്കിൾസ് ഓഫ് ഫെയ്ത്ത് വി ക്യാൻ ഡ്രോപ്പ് ഡൗൺ ടു ഡിസ്ബിലീഫ് അറ്റ് എനി ടൈം. അവിശ്വാസത്തിലേക്ക് നമ്മൾ എപ്പോൾ വേണമെങ്കിലും, ഏത് നിമിഷം വേണമെങ്കിലും വീണു പോകാം. സഭയ്ക്ക് സംഭവിക്കുന്നത് അതാ. വിശ്വാസത്തിന്റെ ആഘോഷങ്ങളിൽ നിന്ന് അവിശ്വാസത്തിന്റെ പരിപാടികളിലേക്ക് വീഴാൻ വലിയ താമസമൊന്നും വേണ്ട. So he is convincing Thomas to touch and see. നല്ലൊരു പ്രയോഗമാണ് യേശു കർത്താവ് ചെയ്യുന്നത്. നീ തൊട്ട് നോക്ക്. അതൊരു പുതിയ ദർശനമാണ്. യു കം ആൻഡ് ടച്ച് ഇൻ ഓർഡർ ടു സീ അല്ലെ. ചിലതിനെയൊക്കെ തൊട്ടെങ്കിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കണ്ടതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ കാണുന്നില്ല. കാണുന്നതും, കണ്ണുകൊണ്ട് കാണുന്നതും, കാഴ്ച കൊണ്ട് കാണുന്നതും, സ്പർശനം കൊണ്ട് കാണുന്നതും രണ്ട് തരത്തിലുള്ള കാഴ്ചകളാണ്. നമ്മൾ ചിലതൊക്കെ നമ്മൾ സ്പർശിച്ചറിയുമ്പോഴാണ് then it becomes our experience. നമ്മൾ ഇന്ന് കാഴ്ചകളുടെ ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് കാഴ്ചകളെല്ലാം ശരിയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാഴ്ചകളെല്ലാം ഒന്നും ശരിയല്ല. അതെല്ലാം ഓർക്കസ്ട്രേറ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നിർമ്മിക്കപ്പെട്ടതാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിലതൊക്കെ നമ്മൾ തൊടേണ്ടിയിരിക്കുന്നു.
When we touch, then it becomes part of our experience. When we touch, then the touch takes us to the heart of reality. അല്ലേ? നമ്മൾ തൊടുമ്പോൾ ഹൃദയം കൊണ്ട് തൊടണം, മനസ്സുകൊണ്ട് തൊടണം, ഹൃദയത്തിലേക്ക് സ്വീകരിക്കത്തക്ക വിധം തൊടണം. നമ്മുടെയൊക്കെ വീട് കാണാനും തൊടാനും ഹൃദയത്തിലാകാനും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്, അല്ലേ? നമ്മൾ ഇന്ന് വി സീ ഡിഫറൻ്റ്ലി. ഒരു പൊതു സ്ഥലത്ത് ഒരു വീട്ടിൽ ജീവിക്കുമ്പോഴും നമ്മളുടെ കാഴ്ചകളൊക്കെ വ്യത്യസ്തമാണ്. നമ്മുടെ മക്കള് അവരുടെ ഒരാള് ടി വിയിൽ ഒന്ന് കാണുന്നു, ഒരു മോള് മൊബൈലിൽ വേറൊന്ന് കാണുന്നു, ഭാര്യ ഒന്ന് കാണുന്നു, ഭർത്താവ് വേറൊന്ന് കാണുന്നു, ഇനി നമ്മുടെ പ്രായമായ ഇൻലോസ് ഉണ്ടെങ്കിൽ അവർ വേറൊന്നും കാണുന്നു, അല്ലേ? എല്ലാം പലരും പലതാ കാണുന്നത്. നമ്മൾ പലത് കാണുമ്പോൾ വി ഡോണ്ട് ഹാവ് എ കോമൺ എക്സ്പീരിയൻസ്. നമുക്കൊന്നും പൊതുവാകുന്നില്ല. അതാണ് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത്. വി മിസ് ദ റിയാലിറ്റി ഓഫ് എ കോമൺ. പൊതുവായതൊക്കെ നമുക്ക് നഷ്ടമാകും. ഇന്നൊന്നും പൊതുവില്ല, നമുക്കൊക്കെ പേഴ്സണലൈസ്ഡാണ്. So we have to touch, we have to see, we have to experience Jesus in our lives. നോക്കൂ, യേശു കർത്താവ് ഈ ഭവനത്തിന്റെ ഉള്ളിൽ വന്നിട്ട് നമ്മളോട് പറയുന്നത് അതാണ്. He constantly convinces us. യേശു കർത്താവ് നിരന്തരം നമ്മളോട് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. Christ must convince us constantly of our faith. നമ്മുടെ സഭ, നമ്മുടെ വിശ്വാസ സമൂഹം ക്രിസ്തുവിനാൽ നിരന്തരം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കണം. ക്രിസ്തു ബോധ്യങ്ങൾ, ക്രിസ്തു നമ്മളിൽ ഉണ്ടാക്കുന്ന ബോധ്യങ്ങൾ, ആ തിരിച്ചറിവുകൾ, ആ മനസ്സിലാക്കലുകൾ, ആ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാനായിട്ട് നമുക്കിടയായിത്തീരണം. God is not criticizing, hating our resistance. നമ്മുടെ എതിർപ്പുകളെ, നമ്മളുടെ സംശയങ്ങളെ ദൈവം തമ്പുരാൻ വെറുക്കുന്നില്ലല്ലോ. ദൈവത്തിന് വെറുക്കാൻ കഴിയില്ല. പാപികളെ പോലും സ്നേഹിക്കുന്ന ഒരു കർത്താവല്ലേ. അതുകൊണ്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ എതിർപ്പുകളോ വിയോജിപ്പുകളോ പ്രതിരോധങ്ങളോ ഒക്കെ നമ്മൾ തീർത്താലും God loves us. അവരെ തേടി യേശു തിരിച്ചു വരുന്നുണ്ട്, അതല്ലേ? തോമസ് എന്നെ തേടി തിരിച്ചു വരുന്ന ഒരുത്തൻ പോയി, എന്തായാലും കുറെ എണ്ണം പോയി, നീ അവനും കൂടെ പൊക്കോട്ടെ എന്നൊന്നും യേശു കർത്താവ് വിചാരിച്ചില്ല. He came particularly for Thomas to convince him. So it is normal to doubt. It is normal to resist. സൗഖ്യമുണ്ടാകുമോ, വിടുതലുണ്ടാകുമോ, ഏതൊക്കെ മാറുമോ, നമ്മൾ പ്രതിരോധിക്കും, നമ്മൾ യുക്തിയുടെ ചോദ്യങ്ങൾ ചോദിക്കും, നമ്മളുടേതായിട്ടുള്ള ചില ബോധ്യങ്ങളിലേക്ക് എത്തും. ബട്ട് ഗോഡ് വിൽ ഡെഫിനറ്റ്ലി കൺവിൻസ് us. ദൈവം തമ്പുരാൻ നമ്മുടെ തിരിച്ചറിവുകളെ തിരുത്തി എഴുതും. പുതിയ അനുഭവങ്ങളിലൂടെ, പുതിയ തിരിച്ചറിവുകളിലൂടെ, പുതിയ വചനങ്ങളിലൂടെ, വെളിപ്പാടുകളിലൂടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാവും. ഒരുപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയാത്ത, അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാം. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ എതിർക്കുന്നത്. പക്ഷേ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ക്രിസ്തു നമ്മളോട് സംസാരിക്കുന്നു. ക്രിസ്തു നമ്മുടെ മുൻപിൽ തൻ്റെ കരങ്ങളെ നീട്ടി പറയുന്നു, ടച്ച് ആൻഡ് സീ. നിങ്ങൾ തൊട്ടു നോക്കൂ,
നിങ്ങൾ അനുഭവിച്ചറിയും. ഈ നാളുകളിലൊക്കെ ആ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പല സന്ദർഭങ്ങൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബട്ട് വി ഹാവ് ടു റിയലൈസ് ഇറ്റ്. അത് ക്രിസ്തുവിനെയാണ് നമ്മൾ അനുഭവിച്ചറിയുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ളൊരു മനസ്സുണ്ടായാൽ മതി. അതിനാണ് വിശ്വാസം. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന ജീവിത അവസരങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തുവിൽ വിശ്വസിക്കണം. ഫെയ്ത്ത് ഈസ് എ സ്ട്രഗിൾ. വെറുതെ പറ്റത്തില്ല കേട്ടോ. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. വിശ്വാസ പ്രമാണം പള്ളിയിൽ നിന്ന് പറയാൻ എളുപ്പം. പക്ഷേ ടു പ്രാക്ടീസ് ദാറ്റ് ഫെയ്ത്ത് ഇൻ അവർ ലൈഫ്സ്, ചില പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ചില രോഗം, ചില ദുഃഖം, ചില വീഴ്ചകൾ, ചില തകർച്ചകൾ, ചില നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടല്ലോ, we will challenge our faith. We will challenge God. We will challenge the reality of resurrection. It is normal. It is very normal. It is not sinful. It is not judgmental. നമ്മളൊക്കെ മനുഷ്യരാണ്. ക്രിസ്തു നമ്മളെയൊക്കെ തേടി നമ്മളിലേക്ക് ക്രിസ്തുവിന് ഇറങ്ങി വരാനുള്ള വഴികളാണ് നമ്മളുടെ ചില സംശയങ്ങൾ, ചില ബോധ്യക്കുറവ്. നമ്മളെ തേടി വരുന്നൊരു ദൈവം, നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ദൈവം. He will definitely heal us. He will definitely convince us that he is resurrected and he is living, and he will come to us. He will strengthen us. He will comfort us, and he will convince us that we have a life of hope, a life of abundance. പ്രത്യാശയുടെയും സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും ഒരു ജീവിതം നമുക്കുണ്ട് എന്ന് ദൈവം തമ്പുരാൻ ക്രിസ്തു നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനാൽ ആ ഒരു തിരിച്ചറിവിൽ ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കും. നിത്യനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ സമയത്തിനായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ഒരുമിച്ച് ഇപ്രകാരം കൂടി വരുവാൻ അവിടുന്ന് സഹായിച്ചതിനായിട്ട് സ്തുതിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ലഭിച്ച എല്ലാ ദൈവകൃപകൾക്കായിട്ടും സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ സംശയിച്ചു പോകുമ്പോൾ, വിശ്വാസിക്കാൻ ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ, ചില ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുമ്പോൾ നീ അത് കേൾക്കുന്നല്ലോ. പലപ്പോഴും ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളോട് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ അടുത്തിരിക്കുന്നവരോടായിരിക്കാം. പക്ഷെ നീ അത് കേൾക്കുന്നല്ലോ, നീ അത് അറിയുന്നല്ലോ. കർത്താവേ, ഞങ്ങളെ തിരുത്താൻ, ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ നീ ഞങ്ങൾക്കായി കടന്നു വരുന്നല്ലോ. ആ വലിയ ധൈര്യപ്പെടുത്തുന്ന ചിന്തയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, ഇത്തരത്തിലുള്ള ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. They believe, but they struggle and resist to believe. ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, ഞങ്ങളെ സങ്കടപ്പെടുത്തുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന് വിശ്വസിക്കാൻ, എന്ന് സ്വയം ബോധ്യപ്പെടാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് പേർ കർത്താവേ ഇന്ന് നിന്നെ കേൾക്കുന്നുണ്ട്, ഈ വചനം കേട്ടിട്ടുണ്ട്. അവരോട് നീ സംസാരിക്കണമേ, അവരോട് അങ്ങ് ഇടപെടണമേ.
കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. ഞങ്ങളുടെ അനുഭവത്തിന്റെ ഭാഗമായി തീരുന്ന ദൈവമാണ്. ഞങ്ങളോട് കൂടെ വസിക്കുന്ന ദൈവമാണ്. ആ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ, ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. ബലഹീനമായ ഞങ്ങളുടെ ജീവിത വശങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. എല്ലാവരെയും ആശീർവദിച്ചാട്ടെ യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും അനുഗ്രഹങ്ങളും ഇന്നുമല്ല ഇപ്പോഴും നാം എല്ലാവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ബലഹീനമായ നമ്മുടെ വിശ്വാസ ജീവിത വശങ്ങളോടും ഇന്നുമല്ല ഇപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കട്ടെ. പ്രത്യേകിച്ച് പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ അന്നമ്മ ജോൺ ആൻറ്റിയോട്, സങ്കീർത്തനം വായിച്ച സുഷ ആൻറ്റിയോടും, പ്രാർത്ഥനയിൽ നേതൃത്വം നൽകിയ സുജയോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നമുക്ക് പ്രാർത്ഥന ഉണ്ടായിരിക്കും. അടുത്ത വെള്ളിയാഴ്ചയിൽ പാട്ടുകൾ പാടാനും സങ്കീർത്തനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളവർ ഒന്ന് വോളണ്ടിയർ ചെയ്താൽ സന്തോഷമായിരുന്നു. ആരാണ് പാട്ട് പാടുന്നത്? ഒന്ന് വോളണ്ടിയർ ചെയ്താട്ടെ. അടുത്ത ആഴ്ച പാട്ട് പാടുന്നവർ ഒന്ന് പറഞ്ഞേട്ടെ. അയ്യോ അച്ഛാ. ആരാ ഞാൻ പാടാ അച്ഛ. ആരാ അത്? ഞാൻ സുജ. ഓക്കെ 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 ശരി ശരി. ആരും ഇല്ലെങ്കിൽ ഞാൻ പാടാ അച്ഛ. ഓക്കെ ശരി. സങ്കീർത്തനം 42 ആര് വായിക്കും? ഞാൻ വായിച്ചോളാം. അന്നമ്മ ജോൺ. ഓക്കെ ആൻറ്റി. പ്രാർത്ഥന പ്രാർത്ഥന ആർക്കാ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? പ്രാർത്ഥന അറിയില്ലേ? ആരാ പ്രാർത്ഥിക്കുന്നത്? അച്ഛ ആരുമില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. സുഷ. സുഷാൻറ്റി. സുഷാൻറ്റി. ഓക്കെ 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 താങ്ക് യു. അപ്പൊ കഴിഞ്ഞ ആഴ്ചയില് ഓണർ എടുത്തവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കാണ്. താങ്ക് യു. അപ്പോ പാട്ട് പാടുന്നത് സുജ, സങ്കീർത്തനം വായിക്കുന്നത് അന്നമ്മ ജോൺ ആൻറ്റി, പ്രാർത്ഥിക്കുന്നത് സുഷ ആൻറ്റി. താങ്ക് യു വെരി മച്ച്. വെൽക്കം സർ. അപ്പൊ അടുത്ത ആഴ്ച കൂടുതൽ ആളുകൾ പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങണം. വി നീഡ് മോർ പാർട്ടിസിപ്പേഷൻ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. ബൈ ബൈ ബൈ. താങ്ക് യു അച്ഛ. ഉം.